യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവായ യേശുവിനെ ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിനും അനന്തമായ കരുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. കർത്താവിൻ്റെ വലിയ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ ആ ജനനത്തിൻ്റെ വലിയ സന്തോഷം, ആ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വചനങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായി ദൈവപിതാവ് തൻ്റെ പുത്രനായ യേശുവിനെ അയക്കുകയാണ്. തൻ്റെ ഏകജാതനെ നമുക്ക് തന്നതിലൂടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, മനുഷ്യരോടുള്ള വലിയ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ദയയും അനുകമ്പയൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞത്. മാനവരാശിയോട് അവിടുന്ന് കാണിക്കുന്ന വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. യേശുവേ, അങ്ങേ ഞങ്ങളുടെ രക്ഷകനായി തന്ന പിതാവിൻ്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാനവരാശി മുഴുവൻ യേശു ഏക രക്ഷകനെന്ന്, ഏക കർത്താവെന്ന് തിരിച്ചറിയണം. മാനവരാശിയുടെ മേൽ യേശു ക്രിസ്തുവിലൂടെ അനുഗ്രഹവും കരുണയും കൃപയും ഒഴുകണം. എല്ലാവരും ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കണം. ഇത് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്.
യേശു ക്രിസ്തുവിനെ ആര് രക്ഷകനായി നാഥനായിട്ട് അംഗീകരിക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തു ദൈവമാണെന്ന് ആര് ഏറ്റുപറയുന്നുവോ അവരെല്ലാവരും നിരന്തരമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കൃപ സ്വീകരിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം പറയുന്നു, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച വചനമായ ദൈവം ഒരു ശിശുവായി തീർന്നു. വചനമായ ദൈവം ഒരു ശിശുവായിട്ട് മാറി. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. തുടർന്ന് പറയുകയാണ്, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. പുത്രനെ നമുക്ക് നൽകിയതാരാ? പിതാവായ ദൈവം. ആ പുത്രനെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നമ്മൾ തിരിച്ചറിയണം, അത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ പിതാവ് തൻ്റെ ഏകജാതനെ അയക്കുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ പുത്രനെ അയച്ചതിലൂടെ മാനവരാശിയെ ഒരിക്കലും ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ പദ്ധതിയെന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന ആ രക്ഷ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പാപമോചനം, എഫേസോസ് 1:7 വായിക്കുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുക. ഏകജാതൻ്റെ ജനനത്തിലൂടെ, സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉയർപ്പിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുക. നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രനായ യേശുവിനെ ആര് അംഗീകരിക്കുന്നുവോ, ആര് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണങ്ങളോ വ്യത്യാസമില്ല. മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാ പിതാവ് തൻ്റെ പുത്രനെ അയച്ചത്. എല്ലാവരും യേശു രക്ഷകനാണെന്നുള്ള ഈ സത്യം അറിയണം. ഈ സത്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കുവാനുള്ള വലിയ കടമയും കടപ്പാടും നമുക്കെല്ലാവർക്കുമുണ്ട്. എല്ലാറ്റിൻ്റെയും ഉടയവൻ യേശു ക്രിസ്തുവാണ്. സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1:3 പറയുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാവുന്നത്, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്തത് എല്ലാം അവനിലൂടെ ഉണ്ടായി. എല്ലാം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ആധിപത്യം, അധികാരം അവൻ്റെ കൈകളിലാണ്. അവൻ വിസ്മേനിയനായ ഉപദേഷ്ടാവാണ്. അവൻ ശക്തനായ ദൈവമാണ്. നമുക്ക് നൽകപ്പെട്ട പുത്രനായ യേശു ക്രിസ്തു ദൈവമാണ്. ത്രിത്വത്തിലെ രണ്ടാമനായ സർവശക്തനായ ദൈവം. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗം തുറന്ന പിതാവ് നമ്മുടെ മേൽ, ഈ ഭൂതലത്തിൻ്റെ മേൽ അനുഗ്രഹം ചൊരിയുന്നത്. അവൻ നിത്യനായ പിതാവാണ്. യേശു പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു.
യേശു വിശുദ്ധ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക, ഞാനും എൻ്റെ പിതാവും ഒന്നാം. പുത്രനെ കാണുന്നതിലൂടെ പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. പിതാവിലേക്ക് എത്തിച്ചേരുവാൻ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയൂ. യേശു അരുളി ചെയ്തു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ക്രിസ്തുമസ് ലോകം ആനന്ദിക്കുമ്പോൾ അത് ആർഭാടത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു ഉത്സവമായിട്ട് മാറുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ജനകോടികൾ ഈ ഭൂമിയിലുണ്ട്. യേശു സമാധാനത്തിൻ്റെ രാജാവ്. യേശുവിനെ കൂടാതെ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ രാജ്യങ്ങൾക്കോ സമാധാനം നേടുവാനായിട്ട് സാധ്യമല്ല. എഫേസോസ് 2:11 പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. യേശു ക്രിസ്തുവെന്ന വ്യക്തിയെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിറയും. ആര് അല്ല, ഏതു രാജ്യം, ഏതു സമൂഹം യേശുവിനെ സ്വീകരിക്കുന്നുവോ അവർക്കാണ് യേശു നൽകുന്ന സമാധാനം ലഭിക്കുന്നത്. അത് സമാധാനം ഇന്ന് മനുഷ്യൻ നെട്ടോട്ടമോടുന്നത് സമാധാനമില്ലാതെയാണ്. ജാതികൾ തമ്മിൽ എതിർപ്പ്, യുദ്ധങ്ങള്, ബോംബ് സ്ഫോടനങ്ങള്, കലഹങ്ങള്, അപകട മരണങ്ങള്, ലോകത്തിൻ്റെ അരക്ഷിതാവസ്ഥ നമ്മൾ കാണുകയാണ്. എവിടെ തിരിഞ്ഞാലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ. സമ്പന്നന്മാര് പാവപ്പെട്ടവരെ ഞെരുക്കുന്ന അനുഭവങ്ങൾ. ദരിദ്രരായിട്ടുള്ളവർക്ക് ജീവിക്കാൻ പോലുമുള്ള വഴികളെ അടയ്ക്കപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിഷമിക്കുന്ന ജനകോടികൾ നമ്മുടെ മുൻപിലുണ്ട്. സ്വന്തമായിട്ട് ഒരു ഭവനമില്ലാത്തവർ നമ്മുടെ കൺമുമ്പിലുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞവർ നമ്മുടെ മുൻപിലുണ്ട്. ഇതാ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ പുൽക്കൂട്ടിൽ കാണും. അവനാണ് രക്ഷകൻ, അവനെ നിങ്ങൾ ആരാധിക്കണമെന്ന ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്. അവനിലൂടെയാണ് മാനവ ലോകത്തിന് സമാധാനം ലഭിക്കുന്നത്. പാപത്തിൻ്റെ സുഖങ്ങളിൽ, നൈമിഷിക സുഖങ്ങളിൽ, ജഡമോഹങ്ങളിൽ, ആസക്തികളിൽ, ലഹരികളിൽ മനുഷ്യൻ മുങ്ങിത്താഴുമ്പോൾ അവൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. കുടുംബങ്ങൾ തകരുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിൽ വൈരാഗ്യത്തിൽ കഴിയുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. അങ്ങനെ കുടുംബങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹമോചനം നേടുന്നവർ. എവിടേക്ക് നോക്കിയാലും അസമാധാനത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം നീറിപ്പുകയുന്നത് നമ്മൾ കാണുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധ, വെറുപ്പ്, വൈരാഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാത്ത വലിയ ഒരു സമൂഹത്തിൻ്റെ വളർച്ച നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് ക്രിസ്തുമസിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ലോകത്തിൻ്റെ രാജാവായി, സമാധാനത്തിൻ്റെ രാജാവായി, രക്ഷകനായി കടന്നു വന്ന ക്രിസ്തു, അവൻ സഹിക്കുന്ന ദൈവമായിരുന്നു. വലത് കരണത്തടിച്ചപ്പോൾ ഇടത് കരണം അവിടുന്ന് കാണിച്ചു കൊടുത്തു. തന്നെ പീഡിപ്പിച്ചവർക്കെല്ലാം കുരിശിൽ കിടന്ന് ക്ഷമ കൊടുത്തുകൊണ്ട് മാതൃക കാണിച്ചവനാ കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ മുഖത്തടിച്ചപ്പോൾ, കാർക്കിച്ചു തുപ്പിയപ്പോൾ ആരോടും പരാതിപ്പെട്ടില്ല. ലോകത്തിൻ്റെ രക്ഷകൻ, സഹിക്കുന്ന രക്ഷകനായിട്ടാ വിശുദ്ധ സുവിശേഷങ്ങളിൽ ഉടനീളം കാണുന്നത്. സമാധാനം അനുഭവിക്കണമെങ്കിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമൊക്കെ നമ്മൾ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ
ഹൃദയത്തിൻ്റെ കർത്താവായി നമുക്ക് സ്വീകരിക്കാം. മാനവരാശി എന്ന് യേശുവിനെ സ്വീകരിക്കുന്നുവോ അന്ന് മാത്രമേ ഈ ഭൂമിയിൽ സമാധാനമുണ്ടാവത്തുള്ളൂ. ഈ ഭൂമിയിൽ സ്വർഗരാജ്യം പണിതുയർത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. അന്ധകാരത്തിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ മനുഷ്യൻ്റെ സമാധാനം കളയുവാൻ, മാനവരാശിയെ, ജനതകളെ, രാജ്യങ്ങളെ ഭിന്നിപ്പിക്കുവാൻ അഘോരാത്രം പണിയെടുക്കുകയാണ്. ഇവിടെ സമാധാനം അനുഭവിച്ചു തുടങ്ങേണ്ടത് വ്യക്തികളും കുടുംബങ്ങളുമാണ്. കുടുംബങ്ങളുടെ തകർച്ച സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ തകർച്ചയായിട്ട് മാറുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15. യേശു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കണം. രക്ഷകനായി, നാഥനായി സ്വീകരിച്ച് അവിടുത്തെ ആരാധിക്കണം. പുൽക്കൂട്ടിൽ ജനിച്ച, പുൽക്കൂട്ടിലേക്ക് പിറന്നു വീണ ആ രക്ഷകൻ്റെ മനസ്സും മനോഭാവവും നമുക്ക് ഉണ്ടാകണം. ക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തിൽ വഴികാട്ടുവാൻ ഒരു നക്ഷത്രത്തെ പിതാവ് പ്രകാശിപ്പിച്ചിരുന്നു. ഞാനും നിങ്ങളും ഇരുട്ടു നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശത്തിൻ്റെ സാക്ഷികളായിട്ട് മാറണം. പ്രകാശം പകരുന്ന വെളിച്ചങ്ങളായി, നക്ഷത്രങ്ങളായി നമ്മൾ മിന്നിത്തിളങ്ങണം. ക്രിസ്തു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ മിന്നിത്തിളങ്ങുന്ന സമാധാനത്തിൻ്റെ ദൂതനായിട്ട് മാറണം. നീ സമാധാനം പ്രഘോഷിക്കുന്നവനായിട്ട് മാറണം. സമാധാന രാജാവിൻ്റെ മകനായിട്ട് നീ മാറണം. സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ സമാധാനം ലഭിക്കത്തുള്ളൂ. അവിടെ ജാതി മതവുമില്ല. ആർക്ക് നല്ല മനസ്സുണ്ടോ ആ നല്ല മനസ്സിൻ്റെ ഉടമകളുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം നിറയാൻ പോകുക. അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. സകല ആധിപത്യവും സകല അധികാരങ്ങളും ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. ക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകൻ. ആ രക്ഷകനെ നമുക്ക് വാഴ്ത്തിപ്പാടാം, ആരാധിക്കാം, സ്തുതിക്കാം. ശാലോം പ്രേക്ഷകർക്ക് എല്ലാവർക്കും, ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കൾക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും നന്മകളും ആശംസിക്കുന്നു. സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ. യേശു അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് ഷാരോൺ. ഞാൻ ബ്രഹ്മംകുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ജലദോഷം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജലദോഷം, തുമ്മൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജലദോഷം വിട്ടുമാറില്ലായിരുന്നു. അപ്പോൾ ENT ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയാണ്, പിന്നെ അതുപോലെ തന്നെ ദശ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഈ മകളുടെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയായിരുന്നു. മൂക്കിൽ ദശ വളർന്നിരിക്കുന്നൊരവസ്ഥയിലാണ് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ബ്രദർ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മൂക്കിൽ കൈവച്ചു. ഞാനിങ്ങനെ മൂക്കൽ ഇങ്ങനെ തൂത്തതേ ഉള്ളൂ അല്ലേ? മൂക്കൽ തൂത്തുന്നിട്ട് ഇങ്ങനെ തട്ടു. മൂക്കെ കൈവച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ മൂക്കൽ ഇങ്ങനെ ഒന്ന് തൂത്തു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി, എന്നിട്ട് പിന്നെ തലക്കി വെച്ചു. ശരിയാണ്. അപ്പോൾ തന്നെ ആ ദശ ഉണ്ടായിരുന്നത് നന്നായി ചുരുങ്ങി, നന്നായി ശ്വസിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ മോക്ക് നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നു. ആ മൂക്കിലെ മാംസകഷ്ണം ചുങ്ങിപ്പോയി എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുന്നത് അല്ലേ? ശ്വാസം എടുത്ത് അങ്ങോട്ട് വില കാണിച്ച്. ശ്വാസം കിട്ടുന്നുണ്ടോ? ഉണ്ട്. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് ബെക്സി ജോബി. ബ്രഹ്മകുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് പാവർട്ടി ഇടവകയിലാണ്. 2 വർഷമായി. 2 വർഷം മുന്നേ 2015 എനിക്ക് ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ നെറുമിലായിരുന്നു ട്യൂമർ ഉണ്ടായിരുന്നത്. വെല്ലൂര് CMI ഹോസ്പിറ്റലിൽ. ഇവരുടെ തലയിൽ ട്യൂമർ മുഴയുണ്ടായിരുന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ട്യൂമറിന് ഓപ്പറേഷൻ ചെയ്തതാണ്. ട്യൂമർ സാധാരണ നോർമൽ ലെവലായിരുന്നു എൻ്റെ 2 കണ്ണും ഉണ്ടായിരുന്നത്. പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ റൈറ്റ് സൈഡിലെ കണ്ണിൻ്റെ നെർവുമലായിരുന്നു ട്യൂമർ ഉണ്ടായിരുന്നത്. സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ റൈറ്റ് സൈഡിലെ കണ്ണിൻ്റെ കൃഷ്ണമണി
ചലിക്കാതെ വന്നു. അതായത് ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വലത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കത്തില്ല, ഇങ്ങനെ കൃഷ്ണമണി അങ്ങനെ ഇരിക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലെ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കുന്നത് പോലെ റൈറ്റ് സൈഡിലെ കൃഷ്ണമണി ചലിക്കില്ല, അത് കോങ്കണ്ണ് പോലെ ഇങ്ങോട്ടേക്ക് നിൽക്കും കൃഷ്ണമണി. അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഈ ധ്യാനത്തിന് വേണ്ടി ഉപവസിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇവിടെ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്താ സംഭവിച്ചെന്ന് പറയാമോ? ഇന്ന് രാവിലെ ഞാൻ ഇവിടെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. ഇപ്പം അടുത്ത സാക്ഷ്യം പറഞ്ഞതിൻ്റെ ചേട്ടൻ്റെ മോളാണ്, അവളുടെ മൂക്കിൻ്റെ ദശ ഞാനാണ് നോക്കിയത് ഉണ്ടോയെന്ന് ബ്രദർ പറഞ്ഞിട്ട്. അപ്പോൾ ദശ കാണാനില്ല. അപ്പോൾ എനിക്ക് വളരെ വിശ്വാസമായി. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് പറഞ്ഞു, ബ്രദറെ എൻ്റെ കണ്ണമ്മ ഈ റൈറ്റ് സൈഡിലെ കണ്ണമ്മ വിശുദ്ധ കുരിശ് വരച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബ്രദർ വിശുദ്ധ കുരിശ് വരച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രണ്ട് സൈഡിലും തട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോന്നു. മോണ്ടകത്തിൽ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, ബെക്സി നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ദേ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു, നിനക്കിതേ സംസാരിക്കുമ്പം ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ചലിക്കാൻ, ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ടോ കൃഷ്ണമണി ചലിക്കുന്നുണ്ടോ? നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ? ഹല്ലേലൂയ. ചലിക്കാതെ ഇരുന്ന കൃഷ്ണമണി ചലിക്കുന്നു. ആ കണ്ണ് പൂർണ്ണമായിട്ട് സൗഖ്യമായിരിക്കുക. യേശുവിൻ്റെ നാമത്തിലാണ് എനിക്ക് സൗഖ്യം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണമണി ഇവിടെ ഭയങ്കര വേദനയായിരുന്നു, ഈ കണ്ണിൻ്റെ താഴെ വേദനയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടായിരുന്നു എക്സസൈസ് ചെയ്യാൻ, കൈ കൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കാണിച്ച് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം കണ്ണിൻ്റെ നെർവിന് ക്ഷതം സംഭവിച്ച കാരണമാണ് ചലനശേഷി നഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്ക് കണ്ണ് ഭയങ്കര വേദനയും തലക്കറക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കൈവെപ്പ് ശുശ്രൂഷ കഴിഞ്ഞു, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഇങ്ങോട്ടേക്ക് ആയി തുടങ്ങിയതിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ വേദന പരിപൂർണമായി സുഖപ്പെട്ടു. യേശുവേ നന്ദി. യേശുവിനെ മഹത്വപ്പെടുത്താൻ കർത്താവേ ഈ മകൾക്ക് നൽകിയ അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എത്ര വർഷമായിട്ട് ഈ കൃഷ്ണമണി ചലിക്കത്തിലായിരുന്നു? 2 വർഷം. 2 വർഷമായിട്ട് ചലിക്കത്തില്ലായിരുന്ന കൃഷ്ണമണിയാണ് ഇന്ന് കർത്താവ് സൗഖ്യമാക്കിയത്. ആ കൃഷ്ണമണി ചലിക്കുന്നു. എന്നെ അറിയുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കൃഷ്ണമണി ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് ജോഫി, ഞാൻ പുറനാട്ടുകരയിൽ നിന്ന് വരുന്നു. എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, വായ തുറന്നു കഴിഞ്ഞാൽ, നന്നായി തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കാൻ പറ്റില്ല. ഈ താടി ഇവിടെ ലോക്കാവും. അതായത് ഈ മകള് വാ തുറന്നാൽ പിന്നെ ഇവ താടി ലോക്കായിട്ട് പിന്നെ വാ അടയ്ക്കത്തില്ല. ഇതാണ് പ്രശ്നം. ഉറങ്ങിയൊക്കെ എണീക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ തുറക്കും. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇല്ല, കുറച്ച് നാളുകൾ 2 മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഡെന്റിസ്റ്റാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, എക്സസൈസ് എന്തെങ്കിലും ചെയ്ത് നോക്ക്, ചിലപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പൊ ഞാൻ ഇത്ര ദിവസം ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടുകാരാണ് പ്രാർത്ഥിച്ചിരുന്നത്. അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. അപ്പോൾ ബ്രദർ വന്നു, എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു. ഉടനെ ബ്രദർ പറഞ്ഞു, ഞാനൊന്ന് ഇവിടെ അടിക്കും, ഒന്ന് വിചാരിക്കരുത്, ഞാനിവിടെ ഒന്ന് അടിക്കും, പേടിക്കരുതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ബ്രദർ ഇവിടെ ഒന്ന് തട്ടി. ഞാൻ എന്നെ 2 കൈ കൊണ്ട് ഈ ഭാഗത്തേക്ക് ഒറ്റ അടി കൊണ്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ആടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വീണ പോലേക്ക് തോന്നി. എന്നിട്ട് എന്നെ കൊണ്ട് കുറേ വട്ടം വായ തുറന്ന് അടപ്പിച്ചു. അപ്പം പിന്നെ എനിക്ക് അടയ്ക്കാനൊന്നും ഒരു പ്രയാസമില്ല. ഈ ലോക്കായത് ഇവിടെ നിന്ന് മാറി. യേശുവേ നന്ദി. അടച്ചു തുറന്ന് കാണിച്ചേ. ഹല്ലേലൂയ. തൽക്ഷണം കർത്താവ് ഹീൽ ചെയ്തു. ഇവിടെ ലോക്കായിരുന്ന ഈ ഭാഗം കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. കരച്ചിൽ വരുന്നോ? സന്തോഷമല്ലേ? കർത്താവേ നന്ദി പറഞ്ഞു ഈ മകളെ സൗഖ്യമാക്കിയ അനുഗ്രഹിച്ച സ്നേഹത്തിന്. ആമേൻ. ആരിലും വലിയവൻ വലിയവൻ യേശു യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.
ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ.